സിംഗക്കുട്ടി പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടോ, കോവളം ഹവ ബീച്ചിൻ്റെ വൺ സൈഡിലാണ്. ഇതിൻ്റെ മുകളിലാണ് മറ്റ് സൗകര്യങ്ങളുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ, കൂടുതൽ ലോകമറിയാൻ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ നിങ്ങളെ നൊബക് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. മറ്റ് കാര്യങ്ങൾ അറിയാൻ കരുതി ആർട്സ്, മൂവി, മറ്റ് കാര്യങ്ങളും മറ്റ് മുന്നോട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കരുതി നമുക്ക് പ്രപഞ്ചം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2 ചാനലാണുള്ളത്. അതിലേക്കുള്ള കാര്യമാണ്, അതിലേക്കുള്ള വീഡിയോ ആണ്. നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ കൂടുതൽ റിസ്ക് എടുപ്പിനുള്ള പ്രചോദനം. കാരണം നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്താലേ കൂടുതൽ എനിക്ക് ഫണ്ടും കാര്യങ്ങളും കണ്ടെത്തി കൂടുതൽ കാഴ്ചകളിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. എല്ലാ കാഴ്ചകൾക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നൊബക് പ്രപഞ്ചൻ ചാനൽ, നൊബക് ചാനൽ. കോവളത്തു നിന്നും സൈനിങ് ഓഫ്, നൊബക് സോളോ. ഇതാണ്ട് കോവളം ബീച്ചിലേക്ക് വിട്ടു പോകുന്ന റോഡിൻ്റെ സൈഡിലുള്ള, ജംഗ്ഷനിലെ റോഡിലുള്ള സൈഡിലുള്ള ബോർഡാണ് കേട്ടോ. കേരള ബീച്ച് ടൂറിസത്തിൻ്റെ ഇത്, രവീസ് ഹോട്ടല്, രാജീവ് ഗാന്ധിയുടെ കൺവെൻഷൻ സെൻറ്റർ, ഇങ്ങനെ ഡീറ്റെയിൽസ്. സൈഡിലായിട്ട് നമ്മുടെ അമ്മച്ചി ചേച്ചിയൊക്കെ മീനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ചുറ്റുപാടാണ് കേട്ടോ. ചെറിയ ചെറിയ കടകളാണ്. പിന്നെ എന്താ പറയണേ, ഹോട്ടൽസാണ്. ഹോട്ടൽ ജമൂറിയുടെ ഫ്രണ്ടിൽ കൂടി നടക്കുന്നത്. കോവളം ടൗണിലോട്ട് പോകുന്നത്. ചേച്ചി ലോട്ടറി വിട്ടുകൊണ്ടിരിക്കുന്നത്. കച്ചവടം ഉണ്ടോ ചേച്ചി? ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ എന്താണ് ചേച്ചി കച്ചവടം ഇല്ലയെന്ന് പറയുന്നത്? ഇനി ഞാനൊരു ടിക്കറ്റ് എടുക്കാം. ലോട്ടറി എടുക്കുന്ന ശീലമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ചേച്ചി പന്തക്കോസ് സഭയുടെ ആളാണെന്ന് തോന്നും ഇതൊക്കെ കേട്ടിട്ട്. ഇപ്പോൾ ചേച്ചി അടുത്ത് ചോദിച്ചു, ചേച്ചിയൊക്കെ ചിരിച്ചോണ്ടിരിക്കുക. ഇത്രയും വിഷമത്തിലും ഭയങ്കര സ്മൈലി ആണല്ലോ. അതാണ് നമുക്കില്ലാത്തത് അവർക്കുണ്ട് കേട്ടോ. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കില്ലാത്തത് അവർക്കുണ്ട്. ചേച്ചിയുടെ മുഖത്തിന് സ്മൈല് കണ്ടോ? ഒരു ടിക്കറ്റ് ചേച്ചി 50-ന്റെ എന്തോ ഉണ്ടല്ലോ. അത് തരണം, ഇന്നത്തെ തരണം ചേച്ചിക്ക്. അതല്ലേ വിട്ടു പോകാനുള്ളത്. പോട്ട് ചേച്ചി, ഒന്നും പറ്റില്ലല്ലേ? കച്ചവടം വളരെ മോശം. പിന്നെ ഒന്നുകൂടെ തരണം പോട്ട്. സ്നേഹത്തിന്റെ പുറത്താണ്. ലോട്ടറി എടുപ്പ് ശീലം വളരെ കുറവാണ്. ചേച്ചിയുടെ പേര്? വീട് അടുത്തല്ലേ? പോണം. ഇതിന്റെ ഈ ഒരു വരുമാനം തന്നെ ഉള്ളൂ. അയ്യോ ചേച്ചി 100 രൂപ തന്നാൽ മതി. ബാക്കി ഇരിക്കട്ടെ. 100 രൂപ തന്നാൽ മതി. 200 തന്നല്ല. നിങ്ങളെ ഞാനൊരു റിക്വസ്റ്റ് ചെയ്യട്ടെ. ചേച്ചിയുടെ ഹസ്ബൻഡ് നോക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? മക്കളൊക്കെ അപ്പൊ ഇതാ നോക്കിയേ, ചേച്ചിയുടെ മക്കൾ പഠിക്കുകയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡിന് ബ്രെയിൻ ട്യൂമറാണ്. ചേച്ചിയുടെ ഹസ്ബൻഡിന് ഫിക്സും കൂടെ വരും അതിൻ്റെ കൂട്ടത്തിൽ. ഇതിനിടയിൽ കുറച്ച് നേരമാണ് ചേച്ചി ലോട്ടറി കച്ചവടത്തിന് വേണ്ടത്. സാമ്പത്തികമായിട്ട് ഒരു നിവൃത്തിയില്ല. ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞാൻ ചേച്ചിയുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ വാങ്ങുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വിധത്തിലൊരു ഹെൽപ്പ് ചെയ്യണം. എൻ്റെ റിക്വസ്റ്റാണ്. നിങ്ങൾ എന്ത് തന്നാലും, നിങ്ങൾ 1 രൂപ തന്നാലും ഞാൻ ചേച്ചിയുടെ വീട്ടിലെത്തിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിയുടെ നമ്പർ ഞാൻ വാങ്ങിച്ചില്ല. ചേച്ചിയുടെ നമ്പർ പറ. 95 67 36 66 09. പേര് സരസമ്മ. വീടുണ്ടോ ചേച്ചിക്ക്? ഓ, ഞാൻ നോക്കി, ചേച്ചിക്ക് സ്വന്തമായിട്ട് വീടില്ല. വാടക കൊടുക്കണം. 7000 രൂപ വാടക. സർക്കാർ സഹായമൊക്കെ നമുക്കറിയാം, അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ചികിത്സയ്ക്കും കിട്ടില്ല.
നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മളെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ഥലമാണ്. ബ്രെയിൻ ട്യൂമറിനെ ചികിത്സിക്കണ പോലും ഫ്രീ അല്ല. ഞാനിത് പല പ്രാവശ്യം പറയാറുണ്ട്. ഇവിടെ നമ്മൾ മീഡിയയിൽ കാണുമ്പോൾ കുറച്ച് പേർക്ക് എന്തെങ്കിലും കിട്ടണുള്ളൂ, ബാക്കി നമ്മുടെ നാട് കഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ട, ചേച്ചി മൊബൈൽ നമ്പർ പറഞ്ഞു, സരസമ്മയാണ് ചേച്ചിയുടെ പേര്, ഞാനിപ്പോൾ അഡ്രസ്സ് എഴുതി വാങ്ങുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങും. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ബ്ലോഗ് ആണെങ്കിൽ നിങ്ങൾ ചേച്ചിയുടെ നമ്പറിൽ വിളിച്ചിട്ട് എന്തെങ്കിലും ക്യാഷായിട്ടോ എന്തെങ്കിലും ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് അവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കണം. വസ്തുവില്ലല്ലോ ചേച്ചി, എങ്ങനെയെങ്കിലും നിങ്ങളൊരു 3 സെൻറ്റ് വസ്തുവും 3 സെൻറ്റ് മതി പോലെ ചേച്ചി, ഒരു 3 സെൻറ്റ് വസ്തു, ഒരുപാട് വേണ്ട, 500 സ്ക്വയർ ഫീറ്റിന് താഴെ ഒരു വീട്, ഒരു സ്വപ്നമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം, ചേച്ചി വയ്ക്കണം. ഞാൻ നിങ്ങളുടെ അടുത്ത് ചേച്ചി നോക്കിയാൽ വിൽക്കുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം, ഒരു 3 സെൻറ്റ് വസ്തു, ഒരു വീടും. ചേച്ചി ചികിത്സിക്കണം, എങ്ങനെയെങ്കിലും ചികിത്സിച്ചോളും. അതിനൊരു വഴി നമുക്ക് കണ്ടെത്തണം. നിങ്ങൾ സഹായിക്കണം. ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉള്ളതാണ്, ഞാൻ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചേച്ചിയുടെ വിളിച്ചിട്ട് ചേച്ചിയുടെ അക്കൗണ്ടിലോട്ട് കാശിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഒരു 3 സെൻറ്റ് വസ്തുവാണ് ആദ്യം ആവശ്യം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വീട് വാങ്ങണം. അപ്രോക്സിമേറ്റ് 8 to 10 ലക്ഷം രൂപയാവും. എല്ലാ മലയാളി പ്രേക്ഷകരും നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും കൂടെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ഒരു വർഷത്തിനകത്ത് അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യണം. ബൈ ചാൻസിൽ കണ്ടതാണ്, വെറുതെ ചോദിച്ചതാണ്. ഇതൊരു പരസ്യമല്ല, സഹായം തന്നെ ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യണം. ഗവൺമെൻറ് അവർക്ക് വീട് കൊടുത്തിട്ടില്ല, പഞ്ചായത്ത് വഴിക്കും വസ്തുവൊന്നും കിട്ടിയിട്ടില്ല, ഒരു വഴിയില്ല ചേച്ചിക്ക്. പിന്നെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സഹായം കിട്ടുന്നിടത്തേക്ക് അവർ അഭയം പ്രാപിക്കും. നമ്മളെല്ലാവരും കൂടെ കൈപിടിച്ച് നമ്മളെ നാട്ടിൽ കേട്ടപ്പോൾ തന്നെ എനിക്കൊന്നും പറയാനില്ല, ഞാൻ എന്ത് മറുപടി പറയാം. നിങ്ങളുടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം ചേച്ചി, ഞാൻ നടന്നിട്ട് പറഞ്ഞ് എനിക്ക് അഡ്രസ്സ് വേണം, എന്ത് കിട്ടിയാലും ഞാൻ എത്തിക്കും. എന്തായാലും വാടക വീട്, വസ്തുവില്ല, ഹസ്ബൻഡിന് വയ്യ. ഞാൻ വരും, ഞാനിപ്പോൾ കറക്കം ഇറങ്ങിയിട്ട് വീട്ടിലൊന്ന് പറഞ്ഞ് എന്ത് വഴിക്ക് എന്ത് കിട്ടിയാലും എത്തിക്കും. ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ഒരു വഴി തെളിയുമായിരിക്കും. ഓ പഞ്ചായത്തുകാർ വസ്തു ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. അത് ആധാറും അവിടെ ഈ അടുത്ത കാലത്ത് കൺവേർട്ട് ചെയ്തതാണോ? അല്ല, അത് നമ്മുടെ മതം ഏത് സ്വീകരിക്കണം എന്നുള്ളത് അവരൊരു വ്യക്തിപരമായ അഭിപ്രായമാണ്. പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ പുതിയ നിയമങ്ങളാണ് ഇതിനകത്തൊരു ചെറിയ പ്രശ്നം വന്നിരിക്കുന്നത്. ഞാൻ അതിലോട്ട് കടക്കണില്ല, കാരണം അത് അവർക്കൊരു നെഗറ്റീവ് ആവണ്ട. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ ജാതി മതം ഒന്നും നമുക്കില്ല, അത് കുറച്ചു പേർക്കാണുള്ളത്. നമ്മുടെ നാട്ടിലോ ഇന്ത്യയിൽ ഒരിടവും അങ്ങനെയില്ല. സഹായിക്കാനും മറ്റുമല്ല, എല്ലാവർക്കും നല്ല മനസ്സുണ്ട്. ചില കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞു. എന്തായാലും അതൊന്നിനെ കുറിച്ചൊരു ചർച്ചയ്ക്കൊന്നും ഞാൻ നിൽക്കില്ല. നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ അതിലൊരു ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഒരാളുടെ ജീവിതവും ആ കുടുംബത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യലാണ് നമ്മൾ നോക്കേണ്ടത്. അതിനപ്പുറം നമ്മളൊന്നും കാണേണ്ടതില്ല. നിങ്ങൾ സഹായിക്കണം, ഏത് വിധത്തിൽ. നിങ്ങൾ ഈ 1 രൂപയായാലും അവർക്ക് എത്തിച്ചു കൊടുക്കണം. അതിന് വേണ്ട എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനും ചെയ്യും. എനിക്കുള്ള പ്രശ്നങ്ങൾ എനിക്ക് പ്രശ്നമേ അല്ല, ഇതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. അത് ആരോ ആകട്ടെ. ചേച്ചി, ഞാൻ ഒന്ന് കറങ്ങിയിട്ടേ എനിക്ക് അഡ്രസ്സ് പറഞ്ഞു, അഡ്രസ്സൊക്കെ എഴുതി തരണം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്യും. കാരണം ഞാനും വളരെ ഇതിലാണ്. പക്ഷേ എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. നമുക്ക് അത്രയും ഹോൾഡൊക്കെ ഉണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യത്തിൽ നമുക്ക് പതുക്കെ ഉടനെയൊന്നും നടക്കൂല. കുറേശ്ശെ എവിടെയെങ്കിലും നമുക്ക് ആദ്യം വസ്തു വാങ്ങണം. 3 സെൻറ്റ് ഇവിടെയൊന്നും ചോദിക്കരുത്, നടക്കൂല. അറിയാമല്ലോ, വില ഭയങ്കരമാണ്. നമുക്ക് ഗ്രാമത്തിലോട്ട് എവിടെയെങ്കിലും ഒരു 3-4 സെൻറ്റ് വസ്തു വാങ്ങേണ്ട ഏർപ്പാട് ഉണ്ടാക്കി തരാം. വീട് പിന്നെ ചിന്തിക്കാം. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഞാൻ ഒരു 5 മിനിറ്റ് ചേച്ചി ഒന്ന് നടന്ന് ഇതിനൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം. പൈസയൊക്കെ തന്നല്ലോ, ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നിട്ട് എനിക്ക് അഡ്രസ്സ് ഫുള്ള് വേണം. ഞാൻ എഴുതിയെടുക്കട്ടെ, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം. ഞാൻ വീട്ടിൽ വരും, എനിക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. ഞാൻ പോണതിന് ഇപ്പോൾ വന്നിട്ടേ പോകുള്ളൂ. കാരണം ഇപ്പോൾ എന്തായാലും പ്രേക്ഷകർ ഇത് കേട്ടുപോയി. ഇനിയിപ്പോൾ ഇത് ഉറപ്പിക്കണ്ടേ? ഞാൻ ഉറപ്പിച്ച് അവർക്ക് ഗ്യാരണ്ടി കൊടുക്കണ്ടേ? എല്ലാവരും ഞാൻ കാണുന്നുണ്ട്, നോക്കട്ടെ. ബൈ ചാൻസ് കണ്ടാണ് കാണണ്ടേ. മറ്റു കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാൻ ഇത്രയൊന്ന് തുത്തിയെടുത്തിട്ട് വേണം. ഞാൻ കോളത്തിൻ്റെ ആ ചേച്ചിയായിട്ട് സംസാരിച്ച് ഞാൻ വീഡിയോ കട്ട് ചെയ്യണേ കേട്ടോ. അത് ലെങ്തി വീഡിയോ ആവും. ഞാൻ സാറിനെ കട്ട് ചെയ്യണ ഉദ്ദേശമല്ല, കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കുന്നതാണ്. പക്ഷേ ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോൾ ലെങ്തി വീഡിയോ ആയിപ്പോയി. പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ നാട്ടിലുടനീളം ഇതുപോലെ വീടില്ലാത്തവർ, വളരെ അസുഖം വന്നവർ, ലോട്ടറി വിൽക്കാനും പല ബിസിനസ് ചെയ്യണവരും, കൊച്ചു ബിസിനസ് ചെയ്യണവരൊക്കെ ഇതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ട് ചെയ്യുകയാണ്. ഒരു നിവൃത്തിയില്ലാതെയാണ് അവർ നമ്മളെ ഫ്രണ്ടിൽ വരണത്. പറ്റിക്കപ്പെടുന്നവരും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവർ വീട്ടിൽ പോകുന്നു ഉറപ്പായിട്ട് പറഞ്ഞത്. പ്രേക്ഷകർത്തൊക്കെ ഞാൻ പറയണം. അത് ഞാൻ കോളേജ് ജംഗ്ഷനിലെത്തി, ഇടയ്ക്ക് അതും നടക്കട്ടെ.
ജംഗ്ഷനിലെ കോവളം ജംഗ്ഷനിലെത്തി ഞാൻ. കോവളം ജംഗ്ഷൻ്റെ വ്യൂ കാണാം, എന്നിട്ട് അതിലോട്ട് പോവാം. കോവളം ജംഗ്ഷനാണ്. കോവളം ജംഗ്ഷൻ 4 റോഡ് വന്ന് ചേർന്ന സ്ഥലമാണ്. റൈറ്റ് നമ്മുടെ സ്ട്രൈറ്റ് സിഗ്നലിൻ്റെ സൈഡാണ്. സിഗ്നലിൽ നിന്ന് നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് പറഞ്ഞെങ്കിൽ റൈറ്റിലോട്ട് തിരിയുമ്പോൾ കോവളമായി, കന്യാകുമാരി എന്ന് പറഞ്ഞെങ്കിൽ ലെഫ്റ്റിലോട്ട്. ഞാൻ അപ്പുറത്തോട്ട് പോകുന്നുണ്ട്. ഒരു സായിപ്പ് ചേട്ടൻ വണ്ടി കൊണ്ട് പോവാണ് കോവളം ജംഗ്ഷനിൽ, കോവളം ടൗണിൽ. വേർ ആർ യു ഫ്രം? ഗുഡ് ആഫ്റ്റർനൂൺ. വേർ ആർ യു ഫ്രം? വേർ ആർ യു ഫ്രം? Pungulam. Where are your country? Where is your country? India. Where is your staying? House staying? Where is your country? Where are you from? Europe. You're from Europe. Europe. Europe, which country? Where are you from? How are you feeling in Kerala? How is your feeling in Kerala? I've been here 20 years. 20 years in here. How old are you? Oh, fine. Now I'm here in Trivandrum. Good luck. Bye. Bye bye. നമ്മളിതാ സാഹിബിന്റെ അടുത്ത് കുറച്ചേരം സംസാരിച്ചു. അവർക്ക് വീഡിയോ എടുക്കുന്ന അത്ര ഇഷ്ടമുള്ളതല്ല, ഇല്ലെങ്കിലും പുള്ളി ഷെയർ ചെയ്ത് കേട്ടോ. പോലീസിനെതിരെ ക്യാമറ ചെലവുകളെ ശ്രദ്ധിച്ചു വേണം. പിന്നെ അവര് വലിയ സ്നേഹമാണ്. 20 വർഷമായിട്ട് പുള്ളി ഇവിടെ ഉണ്ട് കേട്ടോ. ആണ് ഇത് കോവളം ടൗൺ ആണ്. കോവളം ടൗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളത് കാണുമ്പോൾ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ലൈറ്റിംഗ് അങ്ങനെയൊന്നും കണ്ട. ഇതൊക്കെ ഇവിടുത്തെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷത്തിന്റെ ഭാഗമായിട്ടിരിക്കുകയാണ്. രാത്രി ഒരു ആവറേജ് ലൈറ്റേ ഉണ്ടാവാറുള്ളൂ. ഞാൻ എപ്പോഴും ഇതുവഴി യാത്ര ചെയ്യണേണ്. നമ്മുടെ മെയിൻ സ്ട്രീറ്റിലുള്ള ലൈറ്റുകളൊക്കെ ഉണ്ടാവാറുള്ളൂ. അതിനപ്പുറം നിങ്ങൾ യൂറോപ്പിലൊക്കെ കാണുമ്പോൾ ഒരു ഹെവി ലൈറ്റ് ഒന്നും നമ്മളെ ജംഗ്ഷനിൽ പ്രതീക്ഷിക്കരുത്. അത്യാവശ്യം ഉണ്ടാവും, നല്ല സെക്യൂർഡാണ്. ഇതാണ് കോവളം ടൗൺ. ഈ ടൗൺ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ പറയണേ, ആ ചേച്ചിയുടെ കാര്യം പറയണേ. ഈ പ്രേക്ഷകരെ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ നാട്ടില് ധാരാളം പേര് വളരെ ബുദ്ധിമുട്ടി ഇതുപോലെ ജീവിക്കുന്നവരുണ്ട്. അത് ഇതുപോലെ നമ്മൾ ബ്ലോഗ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എനിക്ക് പറ്റുന്ന കാര്യം ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് പറ്റുന്ന കാര്യം നിങ്ങൾ കഴിവിൻ്റെ പരമാവധി അവരെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ അവരെ വീട്ടിൽ പോകുന്നുണ്ട്. അതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വിടും. ഇത് വന്ന് എൻ്റെ തൊട്ടുപുറകെ അപ്ഡേറ്റ് ചെയ്ത് വിടും. ഞാൻ അവരെ വീട്ടിൽ പോയി അതൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ലക്ഷ്യം അവർക്കൊരു 4 സെൻറ്റ് വസ്തുവാണ്. അതിന് നിങ്ങൾ പ്രേക്ഷകരെല്ലാവരും കൂടെ സഹായിക്കണം. ഒപ്പം നിങ്ങളത് കേട്ട് ട്രിവാൻഡ്രം കോവളം എൻ്റെ കാഴ്ചപ്പാടുള്ള ഹിമാർ കിച്ചൻ AC റൂം ഇമാർ ഹോട്ടലിൻ്റെ കാഴ്ചയാണ് കേട്ടോ. ഇമാർ ഹോട്ടലാണ് ഇവിടെയുള്ള ജംഗ്ഷനിലിരിക്കുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ കോവളത്തോട്ട് പോകാം കേട്ടോ. സിഗ്നലിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാനിന് ഈ കാഴ്ചകൾ കാണിക്കുന്നപ്പോൾ ഞാൻ പ്രിയ പ്രേക്ഷകർക്ക് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നൊബക് ചാനലും അതിലാണ് എൻ്റെ നാടെന്നുള്ള എപ്പിസോഡ് കംപ്ലീറ്റ് ഏകദേശം വരുന്നത്. ഒപ്പം നൊബക് പ്രപഞ്ചം ചാനലും ഞാൻ ഒരുപാട് കാലം വർക്ക് ചെയ്യാൻ കരുതി വന്നിട്ടുള്ളതാണ്. ഡിവൈൻ ഹൈപ്പർ മാർക്കറ്റ്. ഞാൻ ഏകദേശം 20 വർഷം ഈ ഷോപ്പിലായിരുന്നില്ല, കമ്പനിയുടെ മാർക്കറ്റിംഗ് വർക്കിന് വേണ്ടി ഞാനിവിടെ വരുമായിരുന്നു. ഇപ്പോൾ വരാറില്ല, ഞാൻ ജോലിയൊക്കെ വിട്ടു. കാരണം കോവിഡ് സിറ്റുവേഷനിൽ കമ്പനി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാത്തതുകൊണ്ട് ജോബൊക്കെ വിട്ടു. ആ കോവളം ബീച്ചിൻ്റെ ബോർഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് മനസ്സിരുത്തി വിചാരിച്ചാൽ ആ ചേച്ചിയെ സഹായിക്കാം, ഹെൽപ്പ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പ്രൊമോട്ട് ചെയ്യുക. ഞാനിതാ റോഡിലിറങ്ങി നടക്കില്ല കഴിവിൻ്റെ പരമാവധി. കാരണം ബ്ലോഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അപകടം വല്ലവർക്ക് നടക്കാറില്ല. ഞാനിതാ ചേച്ചിയുടെ അവിടെ തന്നെ പോകണേ. ചേച്ചിയുടെ ലോട്ടറി വിറ്റിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ തിരിച്ചു വരെയാണ് കേട്ടോ. നിങ്ങൾ പറ്റുന്ന സഹായം ചേച്ചിക്ക് ചെയ്യുക. ഇതുപോലുള്ള ആരെ കണ്ടാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇടും. പക്ഷേ ഇടുമ്പോഴേ തന്നെ ഞാൻ എൻ്റെ എൻക്വയറി ചെയ്തിട്ട് കൃത്യമായ ഒരു വിവരവും നിങ്ങൾക്ക് നൽകണതാണ്. സൈനിങ് ഓഫ്. കോവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കോവളം കാഴ്ചകളുടെ ജംഗ്ഷനിൽ കൂടി നൊബക് സോളോ കാണാം. വീണ്ടും ബായ്.